7th ക്ലാസ് പേജ് നമ്പർ 98. ചുവടെയുള്ള കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 49 കൂട്ടണം 125 കൂട്ടണം 75. ഇത് 125 75 25 75 100 അപ്പം 100 100 200 200 49 259. രണ്ടാമത്തെ 3.5 കൂട്ടണം 8.25 കൂട്ടണം 4. ഇതിലാദ്യം ഭിന്നസംഖ്യകൾ 3/4 4 ഉണ്ട്. 3/4 4 1 1 അരയും 1.5 3 8 11 11 1 12.5. മൂന്നാമത്തെ കണക്ക് 15.5 കൂട്ടണം 0.25 കൂട്ടണം 0.75. ഇവിടെ 0.25 0.75 കൂട്ടിയാൽ അതായത് 4 3/4 ആണ് 1. അപ്പോൾ 5.5 1 16.5. 38 കൂട്ടണം 27. അപ്പം 38 27 അപ്പം 30 20 50 ആണല്ലോ. 7 8 15 50 5 65. 136 കൂട്ടണം 64. ഇതിൽ 36 64 100. 36 64 100 100 200. അടുത്ത കുറക്കേണ്ടത് 135 കുറക്കണം 73 കുറക്കണം 27. ആദ്യം 135 73 കുറച്ച് പിന്നെ 27 കുറക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടാം. 73 27 100. അപ്പം 135 100 കുറച്ചാൽ 35. ഇനി 37 കുറക്കണം 1.5 കുറക്കണം 1.5. 1.5 കുറച്ച് വീണ്ടും 1.5 കുറക്കാനാണ് പറയുന്നത്. അപ്പോൾ 1.5 അരിയും 2 ആണല്ലോ. 2 കുറച്ചാൽ മതി. 37 2 കുറച്ചാൽ 35. 298 കുറക്കണം 4.5 കുറക്കണം 3.5. 4.5 3.5 4 അരിയും 3 അരിയും 8 4 3 7 അരിയും 1 8. അപ്പം 198 8 കുറച്ചാൽ 190. അടുത്ത 78 മൈനസ് 29. ഇത് ആദ്യം 78 20 കുറക്കുക. പലതരത്തിലും ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യം പോലെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് 78 20 കുറച്ചാൽ 58. പിന്നെ നമുക്ക് 58 9 കുറക്കേണ്ടത്. 58 8 കുറച്ചാൽ 50. ഒന്നും കൂടി കുറച്ചാൽ 49. ഏതാണോ സൗകര്യത്തിന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടുന്നത് പല വഴിക്ക് ചെയ്യാം. 140 കുറക്കണം 51. ഇപ്പം 140 കുറക്കണം 51 എന്ന് പറയുമ്പോൾ 141 51 കുറക്കേണ്ടത്. ആദ്യം 40 കുറച്ച് നമുക്കറിയാം 100 കിട്ടും. അതിൽ നിന്ന് 10 കൂടി കുറക്കുക 90 കിട്ടും. 90 1 കുറക്കുക 89. ഇതെല്ലാം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലാണ്ട് സൗകര്യത്തിന് ആദ്യം 1 കുറച്ചിട്ട് വീണ്ടും 50 കുറക്കുക, അങ്ങനെ പല തരത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ.